പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇറാൻ അവരുടെ സൈനിക സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഡ്രോൺ ഉൽപാദനവും പുനരാരംഭിച്ചതായി US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ കാലയളവിൽ US ആദ്യം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് സൈനിക പുനർനിർമ്മാണം നടക്കുന്നത് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ട മിസൈൽ സൈറ്റുകൾ, ലോഞ്ചറുകൾ, പ്രധാന ആയുധ സംവിധാനങ്ങൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്നതടക്കമുള്ള സൈനിക ശേഷിയുടെ പുനർനിർമ്മാണങ്ങളാണ് നടത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ പ്രാദേശിക സഖ്യകക്ഷികൾക്ക് ഇറാൻ കാര്യമായ ഭീഷണിയാകുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ സൈനിക ശക്തികളെ പുനഃസ്ഥാപിക്കാനാകാത്ത വിധം ദുർബലപ്പെടുത്തിയെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിലുള്ളത്. 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ ഡ്രോൺ ആക്രമണശേഷി പൂർണ്ണമായി പുനർനിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നും ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഡ്രോണുകളാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ ഭീഷണി ഉയർത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ ഇറാന് ശേഷി വീണ്ടെടുക്കാനുള്ള പ്രധാന കാരണമാണ്. കൂടാതെ US ഇസ്രയേലും വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ലെന്നും CNN റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞയാഴ്ച നൽകിയ ഒരു അഭിമുഖത്തിൽ ചൈന ഇറാന് മിസൈൽ നിർമ്മാണത്തിനുള്ള ഘടകങ്ങൾ നൽകുന്നുണ്ടെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഈ വാദം തള്ളുകയാണ് ഉണ്ടായത്. രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടുകൾ സംബന്ധിച്ച് US സെൻട്രൽ കമാൻഡ് വക്താവ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കമാൻഡ് ചർച്ച ചെയ്യാറില്ലെന്ന് വക്താവ് പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം 12 ആഴ്ച പിന്നിടുമ്പോൾ സമാധാന കരാർ അന്തിമമാക്കാൻ തനിക്ക് യാതൊരു തിടുക്കവുമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ബുധനാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗികമായ പരിമിതമായോ ഉള്ള കരാറുകൾക്ക് താൻ തയ്യാറല്ലെന്നും ട്രംപ് സൂചിപ്പിച്ചു. സമ്പൂർണമായ ഒരു പരിഹാരത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നമ്മൾ ഇതിനായി ഒരൊറ്റ അവസരമേ നൽകുകയുള്ളൂ. എനിക്കൊട്ടും തിടുക്കമില്ല. വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പ് മുൻനിർത്തി തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. കരാറിലെത്താൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുൻകാലങ്ങളിലെ പ്രമുഖ യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ട്രംപ് മറുപടി നൽകിയത്. വിയറ്റ്നാം യുദ്ധം 19 വർഷവും അഫ്ഗാനിസ്ഥാൻ യുദ്ധം 10 വർഷവും ഇറാഖ് യുദ്ധം 12 വർഷവും നീണ്ടുനിന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൊറിയൻ യുദ്ധം 7 വർഷവും രണ്ടാം ലോകമഹായുദ്ധം 4 വർഷവുമാണ് നീണ്ടുനിന്നത്. എന്നാൽ താൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് 3 മാസമേ ആയിട്ടുള്ളൂവെന്നും അതിൽ ഭൂരിഭാഗം സമയവും വെടിനിർത്തലായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ ഒന്നുകിൽ സമാധാന കരാറിൽ ഒപ്പിടണം, അല്ലാത്തപക്ഷം US സൈന്യം നേരിട്ടിറങ്ങി ദൌത്യം പൂർത്തിയാക്കുമെന്നും US കോസ്റ്റ് ഗാർഡ് അക്കാദമിയിലെ ഒരു ചടങ്ങിൽ ട്രംപ് പറഞ്ഞിരുന്നു. വിഷയത്തിൽ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ഉടൻ തന്നെ വ്യക്തമാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചൈന, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകമെമ്പാടും ഇന്ന് അമേരിക്ക ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാനിൽ ഇപ്പോൾ എല്ലാം അവസാനിച്ച മട്ടാണ്. അവരുടെ നാവികസേനയും വ്യോമസേനയും ഉൾപ്പെടെ ഏകദേശം എല്ലാം തന്നെ ഇല്ലാതായി കഴിഞ്ഞു. ഇനി ഒരേയൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കണമോ അതോ അവർ സമാധാന കരാറിൽ ഒപ്പിടുമോ? നമുക്ക് നോക്കാമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഭരണകൂടം ബുദ്ധിപൂർവ്വം പെരുമാറുകയും ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടമുണ്ടാകുമെന്ന സൂചനയും ട്രംപ് നൽകി. ഇറാനിലെ സൈനിക നടപടികളിൽ US കോസ്റ്റ് ഗാർഡ് നൽകുന്ന പിന്തുണയെ പ്രസിഡന്റ് പ്രത്യേകം പ്രശംസിച്ചു. 2 മാസം മുമ്പ് മലേഷ്യൻ തീരത്ത് വെച്ച് ഗാർക്ക് ദ്വീപിൽ നിന്ന് ദശലക്ഷത്തിലധികം ബാരൽ എണ്ണ കടത്തുകയായിരുന്ന ഇറാനിയൻ എണ്ണ കപ്പൽ പിടിച്ചെടുക്കാൻ കോസ്റ്റ് ഗാർഡ് സഹായിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാനുമായുള്ള യഥാർത്ഥ പോരാട്ടം ആരംഭിച്ചതിന് ശേഷം കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ പിടിച്ചെടുക്കുന്ന 3ാമത്തെ കപ്പലാണിതെന്നും ഇറാൻ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇത്തരം നടപടികൾ ഇനിയും തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.